തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന സ്പോട്ടിലാണ്. വിശാഖ് എന്നയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. അയൽവാസിയായിട്ടുള്ള പത്തു പ്രദീപ് എന്ന് പറയുന്ന ആളാണ് ആക്രമണം നടത്തുകയും ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് 1:50 സംഭവം. ഇരുവരും തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. പ്രശ്നങ്ങളുടെ ഭാഗമായി പ്രദീപിനെ ഇപ്പോൾ കൊല്ലപ്പെട്ട വിശാഖ് ആക്രമിക്കുകയും അതിൻ്റെ പേരിൽ ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. പിന്നീടും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും വിശാഖ് മലയൻകീഴുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ടാണ് വിശാഖ് പാൽക്കുളങ്ങരയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് പ്രദീപിൻ്റെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രദീപ് വടിവാൾ ഉപയോഗിച്ച് വിശാഖിനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ചോരക്കളമാണ്. സ്വാഭാവികമായും ഈ ആക്രമണമുണ്ടായ ഈ സ്പോട്ടിൽ ഈ ബാഗും ഹെൽമറ്റും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നത്. പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രതികൾ മാരുതി ഓൾട്ടോ കാറിലായിരുന്നു, സിൽക്കി സിൽവർ ഓൾട്ടോ കാറിലായിരുന്നു വന്നിരുന്നത്. പ്രതികളെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വലിയതുറ, വഞ്ചിയൂർ CIമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും സ്പോട്ടിലുണ്ട്. അവർ ഈ കൊലപാതകം നടന്ന സംഭവ സ്ഥലത്ത് ഇപ്പോഴും തെളിവ് ശേഖരണവും മറ്റും നടത്തുകയും ചെയ്യുകയാണ്. മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. KL 27H 9286 എന്നുള്ള മാരുതി വാഹനത്തിലാണ് പ്രതികൾ കടന്നു കളഞ്ഞിട്ടുള്ളത്. പ്രതികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ വളരെ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും കൊച്ചുവേളി ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതികൾ കടന്നു കളഞ്ഞേക്കാനുള്ള സാധ്യതയാണ് പോലീസ് കാണുകയും ചെയ്യുന്നത്. എത്രയും വേഗത്തിൽ പ്രതികളെ പിടികൂടാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. സംഭവത്തെ തുടർന്ന് ACPമാരും DCPമാരും ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു വലിയ ഞെട്ടലിൽ കൂടിയാണ് വഞ്ചിയൂരിലെ ഈ പാൽക്കുളങ്ങര ഗ്രാമമുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു നഗരപ്രദേശമാണ്. സ്വാഭാവികമായും അടുത്തടുത്ത് വീടുകളുള്ള സ്പോട്ട് കൂടിയാണ്. ഇവിടെ ഇത്തരത്തിൽ പട്ടാപ്പകൽ നടന്ന ഈ ഒരു സംഭവം അത് അക്ഷരാർത്ഥത്തിൽ പ്രദേശവാസികളെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള നാട്ടുകാരുടെ ആക്ഷേപം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെയുണ്ട്. അത് നേരത്തെയും ഇത്തരത്തിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് പോലും, അതായത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ശക്തമായി ഉയരുന്നൊരു പശ്ചാത്തലം നിലവിലുണ്ട്. ഏതായാലും ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതിൻ്റെ സംഭവം കുറച്ചുകൂടി വളരെ വ്യക്തമായി നമുക്ക് പങ്കുവെക്കാനും കഴിയുമായിരുന്നു. ഏതായാലും CCTV ഉൾപ്പെടെ പ്രവർത്തനരഹിതമാണ് എന്നുള്ള ആക്ഷേപം കൂടി ശക്തമായി നിൽക്കുന്നൊരു പശ്ചാത്തലം കൂടി നിലവിലുണ്ട്. ഏതായാലും പ്രതികളെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വളരെ ശക്തമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. വഞ്ചിയൂർ SHOയുടെയും ഒപ്പം വലിയതുറ SHOയുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും സ്പോട്ടിലുണ്ട്. പോലീസ് എത്രയും വേഗത്തിൽ പ്രതികളെ പിടികൂടുമെന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. ഇവർ കൊച്ചുവേളി ഭാഗത്തേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ മാർഗം മറ്റെവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയും പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നില്ല. പാൽക്കുളങ്ങരയിൽ നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.